നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 10 വയസ്സുകാരിയെ വൈഗ കൊലക്കേസിൽ വിചാരണ കോടതി ഇന്ന് വിധി പറയും. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന എറണാകുളത്തെ പ്രത്യേക കോടതിയാണ് വിധി പറയുന്നത്. 10 വയസ്സുകാരിയായ മകളെ കൊന്ന കേസിൽ വൈഗയുടെ അച്ഛൻ സനു മോഹനാണ് ഏക പ്രതി. മകളുടെ മരണത്തിന് പിന്നാലെ അച്ഛനെ കാണാതായതും തുടർന്ന് നടത്തിയ അന്വേഷണവുമാണ് ഞെട്ടിപ്പിക്കുന്ന കൊലപാതകത്തിന്റെ ചുരുളഴിച്ചത്. 2021 മാർച്ച് 21 കാക്കനാട് കങ്ങരപ്പടിയിലെ ഫ്ളാറ്റിൽ താമസിച്ചിരുന്ന അച്ഛനെയും മകളെയും കാണാതായെന്ന് വാർത്ത പരക്കുന്നത്. കായംകുളത്തെ വീട്ടിൽ നിന്നും അമ്മയോട് യാത്ര പറഞ്ഞ് പുറപ്പെട്ടതിന് ശേഷം ഇരുവരെയും ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല. നാടുനീളെ പോലീസ് അന്വേഷണം തുടങ്ങി. ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോഴാണ് കൊച്ചി മുട്ടാർപ്പുഴയിലൊരു കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയത്. പിന്നാലെ വൈഗയാണെന്ന് തിരിച്ചറിഞ്ഞു. അപ്പോഴും വൈഗയുടെ അച്ഛൻ എവിടെയെന്ന് അന്വേഷണത്തിലായിരുന്നു പോലീസ്. പതിയെ മകൾക്കൊപ്പം കാണാതായ അച്ഛനെ മകളെ കൊന്ന ശേഷം രക്ഷപ്പെട്ടതാണെന്ന നിഗമനത്തിൽ പോലീസ് എത്തി. 1 മാസത്തെ തെരച്ചിലിനൊടുവിൽ കർണാടകയിലെ കാർവാറിൽ നിന്നും സനു മോഹൻ പിടിയിലായതോടെയാണ് ക്രൂര കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നത്. മകളെ ഇല്ലാതാക്കുകയായിരുന്നു അച്ഛൻ്റെ ലക്ഷ്യം. കരിയിലക്കുളങ്ങരയിലേക്കെന്ന് പറഞ്ഞ് വൈഗയുമായി യാത്ര തിരിച്ച സനു മോഹൻ വഴിയിൽ വെച്ച് കോളയിൽ മദ്യം കലർത്തി 10 വയസ്സുകാരിയെ കുടിപ്പിച്ചു. തുടർന്ന് ഫ്ളാറ്റിലെ വിസിറ്റിംഗ് മുറിയിൽ വെച്ചാണ് മുണ്ടുകൊണ്ട് കുഞ്ഞിന്റെ കഴുത്ത് മുറുക്കി ശരീരത്തോട് ചേർത്ത് പിടിച്ച് ശ്വാസം മുട്ടിച്ചു. ബോധരഹിതയായ കുട്ടിയെ ബെഡ്ഷീറ്റിൽ പുതനാണ് പ്രതി മുട്ടാർപ്പുഴയിലേക്ക് എത്തിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. വൈഗയുടെ മൂക്കിൽ നിന്നും പൊടിഞ്ഞ രക്തത്തുള്ളികൾ ബെഡ്ഷീറ്റ് ഉപയോഗിച്ച് തുടച്ച് തെളിവ് നശിപ്പിക്കാനും പ്രതി ശ്രമിച്ചു. കൊലപാതകത്തിന് ശേഷം സംസ്ഥാനം വിട്ട സനു മോഹൻ കോയമ്പത്തൂരിലേക്കാണ് ഒളിവിൽ പോയത്. കുഞ്ഞിന്റെ ശരീരത്തിൽ ധരിച്ചിരുന്ന ആഭരണം കൈക്കലാക്കിയായിരുന്നു യാത്ര. അത് വിറ്റുകിട്ടുന്ന പണം കൊണ്ട് വിദേശത്തേക്ക് കടക്കുകയായിരുന്നു ലക്ഷ്യം. ബാംഗ്ലൂർ, മുംബൈ, ഗോവ, മുരുടേശ്വർ, മൂകാംബിക തുടങ്ങിയ സ്ഥലങ്ങളിൽ മുങ്ങി നടന്ന സനു മോഹനെ 1 മാസത്തോളം എടുത്താണ് പോലീസ് പിടികൂടിയത്. കൊലപാതകവും തെളിവ് നശിപ്പിക്കലും അടക്കമുള്ള വകുപ്പുകളും ജുവനൈൽ നിയമവുമാണ് സനു മോഹനെതിരെ ചുമത്തിയിരിക്കുന്നത്.